ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെയും സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത് തിരുനാളിൻ്റെയും ഇടയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചിരുന്ന് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി വന്ന് അവരെ വിശുദ്ധീകരിച്ച് ആത്മധൈര്യം നൽകി അവരെ സുവിശേഷവൽക്കരണത്തിനായി ഒരുക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. നിന്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. സ്ലേഹന്മാരെ പോലെ ശക്തി ആർജിച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന നല്ല വ്യക്തികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോ കാലഘട്ടത്തിലും തൻ്റെ സന്ദേശവാഹകരായി ചില ആളുകളെ തിരഞ്ഞെടുക്കുമെന്നും മനുഷ്യനെന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ തിരുത്തി ശക്തരാക്കി അവരെ തൻ്റെ സന്ദേശവാഹകരായി അയക്കുമെന്നും അങ്ങനെ അയക്കപ്പെടുന്നവരിലൂടെ അനേകം ആളുകൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇന്നത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ പ്രവാചകന് വലിയ ഒരു ദർശനം ഉണ്ടാകുകയാണ്. സ്വർഗത്തില് മാലാഖവൃന്ദങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഒരു സ്വരമുണ്ടാകുന്നു, ആരാണ് എനിക്ക് വേണ്ടി പോകുക, ആരെ ഞാൻ അയക്കും? പ്രവാചകൻ ഉത്തരം നൽകുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അപ്പോൾ കെരൂബുകൾ ഒരു തീക്കട്ട കൊണ്ടുവന്ന് പ്രവാചകന്റെ നാവിനെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്റെ എല്ലാ അശുദ്ധതയും എടുത്തു മാറ്റി വിശദീകരിച്ച് അനേകം ആളുകളിലേക്ക് ദൈവത്തിൻ്റെ സന്ദേശം അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി നമ്മളെ ഓരോരുത്തരെയും അയക്കുന്നു. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാനായിട്ട് പ്രവാചകനെ ശുദ്ധീകരിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ചിരിക്കുകയാണ്. സത്യത്തിന് സാക്ഷ്യം നൽകുന്ന ധീരപ്രവാചകന്മാരായി മാറുവാനായിട്ട് ദൈവമേ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യൂദാസ് വലിയ പാപം ചെയ്ത് ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് പുറത്തു പോവുകയും സ്വയം ജീവൻ ഒടുക്കുകയും ചെയ്യുന്നു. പക്ഷേ സ്ലീഹന്മാർ ഒരുമിച്ച് കൂടി സഭയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് യൂദാസിന്റെ ഗണത്തിലേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. രണ്ടുപേരുടെ പേര് നൽകപ്പെടുകയും സ്ലീഹന്മാർ പ്രാർത്ഥിച്ച് മത്യാസിന്റെ പേര് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിഷ്യന്മാരുടെ 12 ഗണം പൂർത്തിയാകുമ്പോൾ അവർ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്കായി തയ്യാറെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയിൽ സന്തുഷ്ടരായി നിന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യൂദാസിനെ പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിളികളും ദാനങ്ങളും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാനായിട്ട് നാം എപ്പോഴും പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ സ്ലീഹന്മാർ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചാണ് അവരുടെ ഗണത്തിലേക്ക് മറ്റൊരാളെ എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഓരോ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും പരിശ്രമിക്കാം.
പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ഏറ്റവും യുക്തമായിരിക്കുമെന്നും ഇന്നത്തെ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് നാം എത്തുമ്പോൾ കാണുന്നത് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കുറവുകളുണ്ട്. ആ കുറവുകളെ ഈശോ തിരുത്തി അവരെ പൂർണ്ണരാക്കി മാറ്റുകയാണ്. ഉത്ഥാനത്തിന് ശേഷം അവനെ കണ്ടവരെ ഈ ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസക്കുറവിനെ ഈശോ ശകാരിക്കുന്നുണ്ടെങ്കിലും ഇനി മുമ്പോട്ട് ഈശോയെ പ്രഘോഷിക്കേണ്ടത് ഈ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണെന്ന് ഒരിക്കൽ കൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. വലിയ ദൗത്യമാണ് ഈശോ അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുവാനായിട്ട് ഈശോ അവരെ ഭരമേൽപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കണം. വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകണം. വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷയിലേക്ക് പോകും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ചില അടയാളങ്ങൾ കൂടി ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്ന് നമ്മൾ സുവിശേഷത്തെ വായിക്കും. ശിഷ്യന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളിലും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ദൈവം കൂടെ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളിൽ, ഓരോ ദൈവവചന പ്രഘോഷണങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സന്തോഷ പ്രവർത്തനങ്ങളിൽ അവൻ്റെ സമാധാന വാഹകരായി നിന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടെന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി സംസാരിക്കും, അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവന് വേണ്ടി ജീവിക്കുമ്പോൾ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചുകൊണ്ട് അടയാളമായി അത്ഭുതമായി അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയായിട്ടുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.